ഹായ് ഫ്രണ്ട്സ്, എജുപ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LPUP 60 ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് ജിയോഗ്രഫിയുടെ ഭാഗത്ത് പഠിക്കാനുള്ളത് ഗതാഗത മാർഗ്ഗങ്ങളും അന്തരീക്ഷ ഘടനയുമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSC മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ചുകൊണ്ടുള്ള വസ്തുതകളുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ റെയിൽവേയുടെ സോണുകളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യൻ റെയിൽവേയിലെ സോണുകളുടെ എണ്ണം 18 നിലവിൽ ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ എണ്ണം 18. ഇന്ത്യയുടെ ആദ്യ റെയിൽവേ സോൺ സദേൺ സോണാണ്. ഇന്ത്യയുടെ ആദ്യത്തെ റെയിൽവേ സോൺ സദേൺ സോണാണ്. കേരളം ഉൾപ്പെടുന്ന റെയിൽവേ സോൺ സദേൺ സോണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റൂട്ട് ദൈർഘ്യമുള്ള റെയിൽവേ സോൺ നോർത്തേൺ സോണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റൂട്ട് ദൈർഘ്യമുള്ള റെയിൽവേ സോൺ നോർത്തേൺ സോണാണ്. 100% LED വൈദ്യുതീകരണം നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സോണാണ് സൗത്ത് സെൻട്രൽ റെയിൽവേ സോൺ. 100% LED വൈദ്യുതീകരണം നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സോണാണ് സൗത്ത് സെൻട്രൽ റെയിൽവേ സോൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസിയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം ബറോഡ ഹൗസാണ്. ന്യൂഡൽഹിയിലെ ബറോഡ ഹൗസാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം. ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യമാണ് ലൈഫ് ലൈൻ ടു ദി നേഷൻ. ലൈഫ് ലൈൻ ടു ദി നേഷൻ എന്നതാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം. അടുത്ത ചോദ്യം, ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ജയ്പൂരാണ്. ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം ജയ്പൂരാണ്. ബാക്കിയുള്ള റെയിൽവേ സോണുകളുടെ ആസ്ഥാനം കൂടെ നമുക്ക് നോക്കാം. സെൻട്രൽ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം മുംബൈ CST ആണ്. സെൻട്രൽ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം മുംബൈ CST. സദേൺ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം ചെന്നൈയാണ്. സദേൺ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം ചെന്നൈയാണ്. വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ ചർച്ച് ഗേറ്റ് ആണ്. വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ ചർച്ച് ഗേറ്റ്. ഈസ്റ്റേൺ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം കൊൽക്കത്തയാണ്. ഈസ്റ്റേൺ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം കൊൽക്കത്തയാണ്. നോർത്തേൺ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. നോർത്തേൺ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനമാണ് ന്യൂഡൽഹി. അപ്പോൾ സദേണിൽ ചെന്നൈയാണ്, നോർത്തേണിൽ ന്യൂഡൽഹിയാണ്, വെസ്റ്റേണിൽ മുംബൈ ചർച്ച് ഗേറ്റും ഈസ്റ്റേണിൽ കൊൽക്കത്തയും. സെൻട്രലിൽ വരുന്നത് മുംബൈ CST ആണ്. നോർത്ത് ഈസ്റ്റേൺ സോണിൻ്റെ ആസ്ഥാനം ഗോരഖ്പൂർ ആണ്. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ആണ് നോർത്ത് ഈസ്റ്റേൺ സോണിൻ്റെ ആസ്ഥാനം. സൗത്ത് ഈസ്റ്റേൺ സോണിൻ്റെ ആസ്ഥാനം കൊൽക്കത്തയാണ്. സൗത്ത് ഈസ്റ്റേൺ സോണിൻ്റെ ആസ്ഥാനവും ഈസ്റ്റേൺ സോണിൻ്റെ ആസ്ഥാനവും കൊൽക്കത്തയാണ്. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ സോണിൻ്റെ ആസ്ഥാനം ഗുവാഹത്തി. അസമിലെ ഗുവാഹത്തിയാണ് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ സോണിൻ്റെ ആസ്ഥാനം. സൗത്ത് സെൻട്രൽ സോണിൻ്റെ ആസ്ഥാനം സെക്കന്ദരാബാദ് ആണ്. സൗത്ത് സെൻട്രൽ സോണിൻ്റെ ആസ്ഥാനം സെക്കന്ദരാബാദ്. ഈസ്റ്റ് സെൻട്രൽ സോണിൻ്റെ ആസ്ഥാനം ഹാജിപൂർ. ബീഹാറിലെ ഹാജിപൂർ ആണ് ഈസ്റ്റ് സെൻട്രൽ സോണിൻ്റെ ആസ്ഥാനം. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം ഭുവനേശ്വറാണ്. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം ഭുവനേശ്വർ. നോർത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം ജയ്പൂരാണ്. നോർത്ത് വെസ്റ്റേൺ സോണിൻ്റെ ജയ്പൂരാണ് ആസ്ഥാനം. നോർത്ത് സെൻട്രൽ സോണിൻ്റെ അലഹാബാദാണ്. നോർത്ത് സെൻട്രൽ സോണിൻ്റെ ആസ്ഥാനം അലഹാബാദ്. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ സോണിൻ്റെ ആസ്ഥാനം ബിലാസ്പൂരാണ്. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ സോണിൻ്റെ ആസ്ഥാനം ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരാണ്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം ഹൂബ്ലി. കർണാടകത്തിലെ ഹൂബ്ലിയാണ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം. വെസ്റ്റ് സെൻട്രലിൻ്റെ ആസ്ഥാനം മധ്യപ്രദേശിലെ ജബൽപൂരാണ്. വെസ്റ്റ് സെൻട്രൽ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം ജബൽപൂർ മധ്യപ്രദേശാണ്. കൊൽക്കത്ത മെട്രോ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. കൊൽക്കത്ത മെട്രോ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. അവസാനം രൂപം കൊണ്ടതാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ. 2019 ഫെബ്രുവരി 27 സൗത്ത് കോസ്റ്റ് റെയിൽവേ രൂപം കൊണ്ടിട്ടുള്ളത്. സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം വിശാഖപട്ടണമാണ്. സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം വിശാഖപട്ടണം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തന്നിട്ടുള്ള ഓപ്ഷനിൽ ഇവയൊന്നുമല്ല എന്നാണ്. അടുത്തതും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ് എന്നാണ്.
ഇവയൊന്നുമല്ല എന്നതാണ് ശരി ഉത്തരം. ശരിക്കും ആൻസറായി വരുന്നത് ശ്രീ സിദ്ധാരൂഢ സ്വാമിജി റെയിൽവേ സ്റ്റേഷനാണ്. ശ്രീ സിദ്ധാരൂഢ സ്വാമിജി റെയിൽവേ സ്റ്റേഷൻ. നിലവിൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമും ഇത് തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടകയിലുള്ള ശ്രീ സിദ്ധാരൂഢ സ്വാമിജി റെയിൽവേ സ്റ്റേഷനാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമും ശ്രീ സിദ്ധാരൂഢ സ്വാമിജി റെയിൽവേ സ്റ്റേഷനാണ്. ഇതിൻ്റെ പഴയ പേര് ഹുബ്ബാളി റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. ശ്രീ സിദ്ധാരൂഢ സ്വാമിജി റെയിൽവേ സ്റ്റേഷൻ്റെ പഴയ പേര് ഹുബ്ബാളി റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റെയിൽവേ പ്ലാറ്റ്ഫോമാണ് ഗോരഖ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റെയിൽവേ പ്ലാറ്റ്ഫോമാണ് ഗോരഖ്പൂർ. ഗോരഖ്പൂർ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഗൂം. പശ്ചിമ ബംഗാളിലെ ഡാർജിലിങ്ങിലുള്ള ഗൂം റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമാണ് പീർപഞ്ചൽ റെയിൽവേ തുരങ്കം. ജമ്മു ആൻഡ് കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന പീർപഞ്ചൽ റെയിൽവേ തുരങ്കമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം. ISO സർട്ടിഫിക്കേഷൻ നേടിയ ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷൻ. ISO സർട്ടിഫിക്കേഷൻ നേടിയ ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റെയിൽവേ സ്റ്റേഷനാണ് ഹബീബ്ഗഞ്ച് റെയിൽവേ സ്റ്റേഷൻ. ഭോപ്പാലിലുള്ള ഹബീബ്ഗഞ്ച് റെയിൽവേ സ്റ്റേഷനാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റെയിൽവേ സ്റ്റേഷൻ. ഊർജ്ജക്ഷമതയുള്ള A1 പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ കച്ചേഗുഡയാണ്. കച്ചേഗുഡ, ഹൈദരാബാദുള്ള കച്ചേഗുഡ റെയിൽവേ സ്റ്റേഷനാണ് ഊർജ്ജക്ഷമതയുള്ള A1 പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് തേജസ് എവിടം മുതൽ എവിടം വരെയാണ്? രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസാണ് തേജസ്. തേജസ് എവിടം മുതൽ എവിടം വരെയാണെന്നാണ്? ലക്നൗ മുതൽ ന്യൂഡൽഹി വരെയാണ്. തേജസ് ലക്നൗ മുതൽ ന്യൂഡൽഹി വരെയാണ് ഓടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് ട്രെയിനാണ് തേജസ് ട്രെയിൻ. ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് ട്രെയിൻ അല്ലെങ്കിൽ ആദ്യത്തെ സ്വകാര്യ തീവണ്ടിയാണ് തേജസ് എക്സ്പ്രസ്. ആദ്യ സർവീസ് നടത്തിയത് ഡൽഹിയിൽ നിന്നും ലക്നൗവിലേക്കാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ കോർപ്പറേറ്റ് ട്രെയിനാണ് തേജസ് എക്സ്പ്രസ്. അഹമ്മദാബാദ് മുതൽ മുംബൈ വരെയുള്ള തേജസ് എക്സ്പ്രസ്. ഇന്ത്യയിലെ രണ്ടാമത്തെ കോർപ്പറേറ്റ് ട്രെയിന് അഹമ്മദാബാദ് മുതലുള്ള മുംബൈ വരെയുള്ള തേജസ് എക്സ്പ്രസ് ആണ്. വാരണാസി മുതൽ ഇൻഡോർ വരെ സർവീസ് നടത്തുന്ന ഇന്ത്യയിലെ മൂന്നാമത്തെ കോർപ്പറേറ്റ് ട്രെയിനാണ് കാശി മഹാകാൽ എക്സ്പ്രസ്. കാശി മഹാകാൽ എക്സ്പ്രസ്. വാരണാസി മുതൽ ഇൻഡോർ വരെയാണ് സർവീസ് നടത്തുന്നത്. ഇന്ത്യയിലെ മൂന്നാമത്തെ കോർപ്പറേറ്റ് ട്രെയിനാണ് കാശി മഹാകാൽ എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഹംസഫർ എക്സ്പ്രസ്. സ്വകാര്യ ഹംസഫർ എക്സ്പ്രസ് കാശി മഹാകാൽ എക്സ്പ്രസ് ആണ്. രാജ്യത്തെ ആദ്യത്തെ AC സബർബൻ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് മുംബൈയിലാണ്. രാജ്യത്തെ ആദ്യ AC സബർബൻ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് മുംബൈയിലാണ്. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് ഡൽഹി ഹൗറ രാജധാനി എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് ഡൽഹി ഹൗറ രാജധാനി എക്സ്പ്രസ്. CCTV സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ ഇന്ത്യൻ ട്രെയിനാണ് ഷാൻ-ഇ പഞ്ചാബ്. ഷാൻ-ഇ പഞ്ചാബ്. CCTV സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ ട്രെയിനാണ് ഷാൻ-ഇ പഞ്ചാബ്. ഇന്ത്യയിൽ ആദ്യമായി വൈഫൈ സംവിധാനം നിലവിൽ വന്ന ട്രെയിനാണ് രാജധാനി എക്സ്പ്രസ്. ഇന്ത്യയിൽ ആദ്യമായി വൈഫൈ സംവിധാനം നിലവിൽ വന്നത് രാജധാനി എക്സ്പ്രസ്സിലാണ്. രാജധാനി എക്സ്പ്രസ് ട്രെയിനുകൾ സർവീസ് ആരംഭിച്ചത് 1969 മാർച്ച് മുതലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ ട്രെയിനാണ് സിൻഹാഗഡ് എക്സ്പ്രസ്. സിൻഹാഗഡ് എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ ട്രെയിനാണ് സിൻഹാഗഡ് എക്സ്പ്രസ്. 1978 ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ ട്രെയിൻ ബോംബെ മുതൽ പൂനെ വരെയാണ് സർവീസ് നടത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ AC ട്രെയിൻ സർവീസ് ഹൗറ മുതൽ ധൻബാദ് വരെയായിരുന്നു. 2011 ഒക്ടോബർ 1 ആദ്യ സർവീസ് നടത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ AC ട്രെയിൻ സർവീസ് ആരംഭിച്ചത് 2011 ഒക്ടോബർ 1 ഹൗറ മുതൽ ധൻബാദ് വരെയാണ് സർവീസ് നടത്തിയത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യ നിർമ്മിച്ച് ശ്രീലങ്കയ്ക്ക് കൈമാറിയ ട്രെയിനാണ് പുലത്തിസി എക്സ്പ്രസ്. പുലത്തിസി എക്സ്പ്രസ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യ നിർമ്മിച്ച് ശ്രീലങ്കയ്ക്ക് കൈമാറിയ ട്രെയിനാണ്
പുലത്തിസി എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ വിസ്റ്റാഡോം കോച്ച് ഉദ്ഘാടനം ചെയ്തത് വിശാഖപട്ടണം അരാഗു റൂട്ടിലാണ്. വിശാഖപട്ടണം അരാഗു റൂട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വിസ്റ്റാഡോം കോച്ച് ഉദ്ഘാടനം ചെയ്തത് വിശാഖപട്ടണം അരാഗു റൂട്ടിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിസ്റ്റാഡോം ടോയ് ട്രെയിനാണ് ഹിം ദർശൻ എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ വിസ്റ്റാഡോം ടോയ് ട്രെയിനാണ് ഹിം ദർശൻ എക്സ്പ്രസ്. ദീർഘദൂര യാത്രകൾക്കായി ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്ന നോൺ AC ട്രെയിനാണ് വന്ദേ സാധാരൺ. അത് നമ്മൾ കഴിഞ്ഞ ദിവസം കറണ്ട് അഫെയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. വന്ദേ ഭാരതിൻ്റെ മോഡലിൽ തന്നെ നോൺ AC ആയിട്ടുള്ള സാധാരണക്കാർക്ക് സഞ്ചരിക്കാൻ ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള ട്രെയിനാണ് വന്ദേ സാധാരൺ. ഇവിടെ കുറച്ച് പ്രധാന ട്രെയിനുകളും റൂട്ടുകളും കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കാം. ടെലഗ്രാം ചാനലിലും ഇത് ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ റെയിൽവേ കോച്ചുകൾ നിർമ്മിക്കുന്ന സ്ഥലം ഏതാണ്? ഇന്ത്യയിൽ റെയിൽവേ കോച്ചുകൾ നിർമ്മിക്കുന്ന സ്ഥലം പേരാമ്പൂർ. ചെന്നൈയിലുള്ള പേരാമ്പൂരാണ് ഇന്ത്യയിൽ റെയിൽവേ കോച്ചുകൾ നിർമ്മിക്കുന്ന സ്ഥലം. റെയിൽവേ നിർമ്മാണ യൂണിറ്റുകളും അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുമാണ് പറയുന്നത്. ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലെ ചിത്തരഞ്ജനിലാണ്. ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത്. ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് വാരണാസിയിലാണ്. ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ്. ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിലെ പേരാമ്പൂരാണ്. സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലെ പേരാമ്പൂരാണ്. 2023 റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ കോച്ചുകൾ നിർമ്മിച്ചത് ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ്. അതൊരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആണ്. 2023 റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ കോച്ചുകൾ നിർമ്മിച്ചത് ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ്. റെയിൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലെ കപൂർത്തലയിലാണ് റെയിൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. റെയിൽ വീൽ ഫാക്ടറി യലഹങ്ക, ബംഗളൂരുവിലെ യലഹങ്കയിലാണ് റെയിൽ വീൽ ഫാക്ടറി. പാട്യാല ലോക്കോമോട്ടീവ് വർക്ക്സ് പട്യാലയിലാണ്. ഇതിൻ്റെ പഴയ പേര് ഡീസൽ ലോക്കോ മോഡേണൈസേഷൻ വർക്ക്സ് എന്നാണ്. അടുത്ത ചോദ്യം, രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ്? രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദാണ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. സാന്താക്രൂസ് വിമാനത്താവളം മുംബൈയിലാണ്. സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളും അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട നോട്ട് ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്ത് തരാം. അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ചോദ്യം, അന്തരീക്ഷത്തിൽ നൈട്രജൻ്റെ അളവ് എത്ര ശതമാനമാണ്? അന്തരീക്ഷത്തിൽ നൈട്രജൻ്റെ അളവ് 78%. 78.08% അന്തരീക്ഷത്തിൽ നൈട്രജൻ കാണപ്പെടുന്നത്. ഗുരുത്വാകർഷണത്തിൻ്റെ ഫലമായി ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷമെന്ന് പറയുന്നത്. ഗുരുത്വാകർഷണത്തിൻ്റെ ഫലമായിട്ട് ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പ് അറിയപ്പെടുന്നതാണ് അന്തരീക്ഷം. അന്തരീക്ഷത്തിൽ പ്രധാനമായും അടങ്ങിയിട്ടുള്ളത് വാതകങ്ങൾ, ജലാംശം, പൊടിപടലങ്ങൾ എന്നിവയാണ്. അന്തരീക്ഷത്തിലെ പ്രധാന വാതകങ്ങളാണ് നൈട്രജനും ഓക്സിജനും. ഭൂമിയെ ജീവഗ്രഹമായി നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വാതകങ്ങളാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. അലസവാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആർഗൺ. അന്തരീക്ഷത്തിൽ കാണുന്ന മറ്റ് അലസവാതകങ്ങളാണ് നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ. അന്തരീക്ഷത്തിലെ നൈട്രജൻ്റെ അളവ് 78.08 ആണ്. ഓക്സിജൻ്റെ അളവ് 20.95 20.95% ഓക്സിജൻ കാണപ്പെടുന്നത്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ വാതകമാണ് ഓക്സിജൻ. മൂന്നാം സ്ഥാനത്തുള്ളത് ആർഗൺ ആണ്. 0.93 ആർഗണിൻ്റെ ശതമാനം. നാലാം സ്ഥാനത്തുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. 0.037% കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത്. അഞ്ചാമതായി വരുന്നത് ഓസോൺ ആണ്. 0.01% ഓസോൺ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത്. ഈ 5 സ്ഥാനങ്ങൾ ഓർത്തു വയ്ക്കാം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്. അത് കഴിഞ്ഞ് ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോൺ.
അടുത്ത ചോദ്യം, വിവിധ അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഈ തന്നിട്ടുള്ളതിൽ 1, 2, 3 ശരിയായി വരുന്നത്. മീസോസ്ഫിയർ ഉൽക്കാപതനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു. മീസോസ്ഫിയർ ആണ് ഉൽക്കാപതനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നത്. കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. മഴ, ഇടി പോലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയർ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിനെ തടയുന്നു. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ഓസോൺ പാളിയാണ് അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്നത് തടയുന്നത്. അപ്പോൾ ഈ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ താഴെ പറയുന്ന ഏത് അന്തരീക്ഷ പാളിയിലാണ് ഉണ്ടാകുന്നത്? മഴ, മഞ്ഞ്, കാറ്റ് എന്നീ പ്രകൃതി പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയറിൻ്റെ ധ്രുവപ്രദേശത്തെ ഉയരം ഭൂമധ്യരേഖാ പ്രദേശത്തേക്കാൾ കുറവായിരിക്കും. ട്രോപ്പോസ്ഫിയറിൻ്റെ ധ്രുവപ്രദേശത്തെ ഉയരം ഭൂമധ്യരേഖാ പ്രദേശത്തേക്കാൾ കുറവാണ്. അടുത്തത്, അന്തരീക്ഷ സ്ഥിതിയിലെ എല്ലാ വ്യതിയാനങ്ങളും സംഭവിക്കുന്ന അന്തരീക്ഷ പാളിയാണ്. അന്തരീക്ഷ സ്ഥിതിയിലെ എല്ലാ വ്യതിയാനങ്ങളും സംഭവിക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷത്തെ നമുക്ക് ഹോമോസ്ഫിയർ എന്നും ഹെറ്ററോസ്ഫിയർ എന്നും രണ്ടായിട്ട് തിരിക്കാം. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും വാതകങ്ങൾ മിശ്രിത രൂപത്തിൽ കാണപ്പെടുന്നതുമായ അന്തരീക്ഷ ഭാഗമാണ് ഹോമോസ്ഫിയർ. ഹോമോസ്ഫിയറിൻ്റെ ഉയരം 0 മുതൽ 90 കിലോമീറ്റർ വരെയാണ്. ഹോമോസ്ഫിയറിനെ 90 കിലോമീറ്റർ മുകളിലായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗമാണ് ഹെറ്ററോസ്ഫിയർ. ഭൂമിയിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്നതും ഹൈഡ്രജൻ, ഹീലിയം തുടങ്ങിയ വാതകങ്ങൾ പാളികളായി കാണപ്പെടുന്നതുമായ അന്തരീക്ഷ ഭാഗമാണ് ഹെറ്ററോസ്ഫിയർ എന്ന് പറയുന്നത്. വാതക സംരചനയിലെ ഐക്യരൂപമുള്ള അന്തരീക്ഷ ഭാഗമാണ് ഹോമോസ്ഫിയർ. വാതക സംരചനയിൽ ഐക്യരൂപമുള്ളത് ഹോമോസ്ഫിയറിനാണ്. ഊഷ്മാവിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ അന്തരീക്ഷത്തെ 5 ആയിട്ട് തിരിക്കുന്നത്. ഊഷ്മാവിനെ അടിസ്ഥാനമാക്കി അന്തരീക്ഷത്തെ 5 ആയിട്ട് തിരിക്കാം. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും ചേർന്നുള്ള അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ധ്രുവപ്രദേശത്ത് 8 കിലോമീറ്റർ വരെയും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്റർ വരെയുമാണ് ട്രോപ്പോസ്ഫിയർ വ്യാപിച്ചു കിടക്കുന്നത്. ഭൂമിയുടെ ഉപരിതലം മുതൽ 13 കിലോമീറ്റർ ഉയരം വരെയാണ് ട്രോപ്പോസ്ഫിയർ വ്യാപിച്ചു കിടക്കുന്നത്. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് ചൂട് കുറഞ്ഞാണ് വരുന്നത്. ട്രോപ്പോസ്ഫിയറിലെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറഞ്ഞു വരും. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ഭൗമ അന്തരീക്ഷത്തിൻ്റെ പിണ്ഡത്തിൻ്റെ 80% കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയർ മണ്ഡലത്തിലാണ്. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. സാന്ദ്രത കൂടിയ അന്തരീക്ഷ പാളി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രോപ്പോസ്ഫിയർ ആണ്. ഭൂമധ്യരേഖാ പ്രദേശത്തിന് മുകളിലായിട്ട് ട്രോപ്പോപോസിലെ ഏകദേശ താപനില -80 ഡിഗ്രി സെൽഷ്യസും ധ്രുവപ്രദേശത്ത് -45 ഡിഗ്രി സെൽഷ്യസുമാണ്. ട്രോപ്പോസ്ഫിയറിൽ 165 മീറ്റർ ഉയരത്തിലെത്തുന്ന സമയത്ത് 1 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില കുറയുന്നത്. 165 മീറ്റർ ഉയരത്തിലെത്തിക്കഴിഞ്ഞാൽ 1 ഡിഗ്രി സെൽഷ്യസ് താപനില കുറഞ്ഞു വരും. ഇതിനെ പറയുന്ന പേരാണ് ക്രമമായ താപനഷ്ട നിരക്ക്. അല്ലെങ്കിൽ നോർമൽ ലാപ്സ് റേറ്റ്. ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല അറിയപ്പെടുന്ന പേരാണ് ട്രോപ്പോപോസ്. ട്രോപ്പോപോസിലൂടെയുള്ള വായുപ്രവാഹമാണ് ജെറ്റ് പ്രവാഹം. ട്രോപ്പോപോസിലൂടെയുള്ള വായുപ്രവാഹം അറിയപ്പെടുന്ന പേരാണ് ജെറ്റ് പ്രവാഹം. ഭൂമിയിൽ നിന്ന് തുടങ്ങി 20 മുതൽ 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. ഈ മേഖലയെ അറിയപ്പെടുന്ന പേരാണ് സമതാപ മേഖല. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ ഒരു മാറ്റവും വരുന്നില്ല. ഈ മേഖല അറിയപ്പെടുന്ന പേരാണ് സമതാപ മേഖല. സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് ക്രമരഹിതമായി കൂടും. സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കൂടുകയാണ് ചെയ്യുന്നത്. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് സ്ട്രാറ്റോപോസ്.
സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ഭൂമിയിൽ നിന്ന് തുടങ്ങി 50 മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് മീസോസ്ഫിയർ. 50 മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് മീസോസ്ഫിയർ. ഉയരം കൂടുന്തോറും താപം കുറയുന്നതാണ് മീസോസ്ഫിയറിൽ സംഭവിക്കുന്നത്. ഉയരം കൂടുന്തോറും താപം കുറയുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്നത് മീസോസ്ഫിയറിലാണ്. -80 മുതൽ -100 ഡിഗ്രി വരെ കുറയുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. അന്തരീക്ഷത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. ഭൂമിയിലെ ഏറ്റവും ഉയരത്തിലുള്ള മേഘങ്ങളാണ് നോക്ടിലൂസൻ്റ് മേഘങ്ങൾ. ഭൂമിയിലെ ഏറ്റവും ഉയരത്തിലുള്ള മേഘങ്ങളാണ് നോക്ടിലൂസൻ്റ് മേഘങ്ങൾ. ഇത് കാണപ്പെടുന്നത് മീസോസ്ഫിയറിലാണ്. നിശാദീപങ്ങൾ എന്നറിയപ്പെടുന്നത് നോക്ടിലൂസൻ്റ് മേഘങ്ങളാണ്. നിശാദീപങ്ങൾ എന്നറിയപ്പെടുന്നത് നോക്ടിലൂസൻ്റ് മേഘങ്ങളാണ്. ഭൗമ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിയെരിയുന്ന പാളിയാണ് മീസോസ്ഫിയർ. ഭൗമ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിയെരിയുന്ന പാളിയാണ് മീസോസ്ഫിയർ. മീസോസ്ഫിയറിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിച്ചാരമാകാൻ കാരണം ഘർഷണമാണ്. ഘർഷണം മൂലമാണ് മീസോസ്ഫിയറിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിച്ചാരമാകുന്നത്. മീസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല അറിയപ്പെടുന്ന പേരാണ് മീസോപോസ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് നമ്മൾ പറഞ്ഞു മീസോസ്ഫിയറിലാണ് അനുഭവപ്പെടുന്നത്. അന്തരീക്ഷത്തിലെ ഏറ്റവും ഉയർന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്നത് തെർമോസ്ഫിയറിലാണ്. ഭൂമിയിൽ തുടങ്ങി 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് തെർമോസ്ഫിയർ. 80 മുതൽ 600 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിൻ്റെ ഉയരം കൂടുന്തോറും താപനില കൂടി വരും. തെർമോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില കൂടി വരികയാണ് ചെയ്യുന്നത്. ധ്രുവപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന അറോറ കാഴ്ചകൾ തെർമോസ്ഫിയറിലാണ് അനുഭവപ്പെടുന്നത്. ധ്രുവപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന അറോറ കാഴ്ചകളുടെ ഉറവിടം തെർമോസ്ഫിയറാണ്. തെർമോസ്ഫിയറിൻ്റെ താഴെയുള്ള ഭാഗം അറിയപ്പെടുന്നതാണ് അയണോസ്ഫിയർ. തെർമോസ്ഫിയറിൻ്റെ താഴെയുള്ള ഭാഗമാണ് അയണോസ്ഫിയർ. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ. വാർത്താവിനിമയ കൃത്രിമ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന മണ്ഡലവും അയണോസ്ഫിയറാണ്. തെർമോസ്ഫിയറിൻ്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് എക്സോസ്ഫിയർ. തെർമോസ്ഫിയറിൻ്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് എക്സോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും ഇടയിലായി അല്ലെങ്കിൽ അതിനെ വേർതിരിക്കുന്ന പാളികളാണ് ട്രോപ്പോപോസ്. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന പാളികളാണ് ട്രോപ്പോപോസ്. സ്ട്രാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് സ്ട്രാറ്റോപോസ് ആണ്. സ്ട്രാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് സ്ട്രാറ്റോപോസ് ആണ്. മീസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് മീസോപോസ് ആണ്. മീസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് മീസോപോസ് ആണ്. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്നത് മീസോസ്ഫിയറാണ്. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്നത് മീസോസ്ഫിയറാണ്. ഭൂഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ മണ്ഡലം തെർമോസ്ഫിയറാണ്. ഭൂഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞത് തെർമോസ്ഫിയറിലാണ്. റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് അയണോസ്ഫിയർ. റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് അയണോസ്ഫിയർ. അടുത്ത ചോദ്യം, ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന വാതകം ഏതാണ്? അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന വാതകം ഓസോൺ ആണ്. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾക്കെതിരെയുള്ള ഭൂമിയുടെ രക്ഷാകവചമാണ് ഓസോൺ പാളി. ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. 20 മുതൽ 35 കിലോമീറ്റർ ഉയരത്തിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. 20 മുതൽ 35 കിലോമീറ്റർ ഉയരത്തിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ഓക്സിജൻ്റെ രൂപാന്തരമാണ് ഓസോൺ. ഓക്സിജൻ എന്ന് പറയുമ്പോൾ നമ്മൾ O2 എന്നാണ് എഴുതുക. ഓസോൺ എന്ന് പറയുന്നത് O3 ആണ്. ഭൂമിയിലെ ജീവജാലങ്ങൾക്കും വസ്തുക്കൾക്കും അന്തരീക്ഷത്തിലുള്ള സംരക്ഷണ കവചമാണ് ഓസോൺ പാളി. കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നതിന് നേതൃത്വം നൽകുന്ന സംഘടന STEC ആണ്. STEC കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നതിന് നേതൃത്വം നൽകുന്നത് സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റിയാണ്. തിരുവനന്തപുരത്തുള്ള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റി STEC.
ഓസോൺ പാളികളുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ. ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയ സ്ഥലം ഹാലിബെയാണ്. അന്റാർട്ടിക്കയിലെ ഹാലിബെ എന്ന സ്ഥലത്താണ് ഓസോൺ സുഷിരം ആദ്യമായിട്ട് കണ്ടെത്തിയത്. 1913 കണ്ടെത്തിയത്. ഓസോൺ കണ്ടുപിടിച്ചത് CF ഷോൺ ബെയ്ൻ ആണ്. ഓസോൺ കണ്ടുപിടിച്ച വ്യക്തി CF ഷോൺ ബെയ്ൻ ആണ്. ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂയിസനുമാണ്. ഓസോൺ കണ്ടെത്തിയത് CF ഷോൺ ബെയ്നും ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രി, ഹെൻറി ബ്യൂയിസൺ. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകിയ വ്യക്തിയാണ് GMB ഡോപ്സൺ. GMB ഡോപ്സൺ ആണ് അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകിയത്. ഓസോൺ പാളിയുടെ നിറം ഇളം നീല നിറമാണ്. ഓസോൺ പാളിക്ക് ഇളം നീല നിറമാണ് ഉള്ളത്. ഓസോൺ പാളിക്ക് വരുന്ന വിള്ളലുകൾ അറിയപ്പെടുന്നതാണ് ഓസോൺ സുഷിരം അല്ലെങ്കിൽ ഓസോൺ ഹോള്. ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന ഘടകങ്ങളാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ, കാർബൺ മോണോക്സൈഡ്. ക്ലോറോ ഫ്ലൂറോ കാർബണും കാർബൺ മോണോക്സൈഡും ഓസോൺ പാളിക്ക് നാശം വരുത്തുന്നുണ്ട്. ഓസോൺ സംരക്ഷണ ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓസോൺ സംരക്ഷണ ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. 1987 ജനുവരി 1 മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത്. 1987 ജനുവരി 1. ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റാണ് ഡോപ്സൺ. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകിയ വ്യക്തിയായിരുന്നു GMB ഡോപ്സൺ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഡോപ്സൺ എന്ന് കൊടുത്തിട്ടുള്ളത്. ഓസോൺ കണ്ടെത്തുന്നതിന് വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് നിംബസ് 7. നിംബസ് 7 ഓസോൺ കണ്ടെത്തുന്നതിന് വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് നിംബസ് 7. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കൂടാതെ കൂടുതൽ ഫാക്ട്സ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ SCERTയിൽ ഈ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടെ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്